ഞാനെല്ലാം പെർഫെക്റ്റും ബാക്കിയുള്ളവരെല്ലാം മോശമാണ്. ഈ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ കർത്താവിന് ഒരിക്കലും അത് ഇഷ്ടമല്ല കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ നീതിമാനാണെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. വചനം പറയുന്നു, നീതിമാൻ തന്നെ നീതീകരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ നീതിമാനാണെന്ന് പറഞ്ഞ് ആർക്കും പ്രശംസിക്കാൻ പറ്റത്തില്ല. വചനം പറയും, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ്? കറപുരണ്ട തുണി പോലെയാണ്. അവൻ നമ്മൾ നീതീകരിക്കുന്നത് യേശുവാണ്. ഒരിക്കലും പറയും ഞാൻ നല്ല പിള്ളയും അടുത്തവരെല്ലാം മോശമെന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ 7 കുറ്റം ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പരീശനാകരുത്. ആരാകണം? ക്ഷമയോടെ താഴ്മയോടെ ദൈവസന്നിധി ചെന്നിരുന്ന്, കർത്താവേ, അനുദിനം അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയ്ക്ക് കൊള്ളാകുന്നവനായി, അങ്ങയ്ക്ക് കൊള്ളാകുന്നവളായി എന്നെ നിർത്തണമേ എന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേൻ. യേശുവിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന് മാത്രമേ നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നമ്മളെ പ്രയോജനമുള്ളവരാക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പാടില്ല? ഈ മെസ്സേജിനകത്തുനിന്ന് ഒറ്റ ഉപദേശം ഞാൻ തന്നുള്ളൂ. എന്ത് പാടില്ല? പരീശന്റെ മെന്റാലിറ്റി